എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് നമ്മുടെ വാഹനങ്ങൾ. ഞാനിന്ന് കാറിൽ നമ്മൾ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ യാത്രകളിൽ ചിലപ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് ടയർ പഞ്ചർ. ഇപ്പം നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അത്ര ഒരു ശ്രദ്ധ കൊടുക്കാറില്ല. ഇപ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ എൻജിൻ അല്ലെങ്കിൽ സർവീസ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യും. നമ്മൾ ഈ ഒരു സ്പെയർ വീൽ എങ്ങനെ മാറിയിടും അല്ലെങ്കിൽ ഒരു ടയർ പഞ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് മാറ്റിയിടും എന്നതിനെക്കുറിച്ച് ആരും അത്ര ചിന്തിക്കാറില്ല. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പം ഇന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വണ്ടിയിൽ ജസ്റ്റ് എങ്ങനെയാണ് ആ ഒരു ഇത് മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലൊന്ന് കാണിച്ചു തരികയാണ്. എൻ്റെ വണ്ടി നെക്സോൺ ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആദ്യം ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പറും ഇതേപോലെ ഒരു ചാക്കും ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇതേപോലെയുള്ള എമർജൻസി വന്നു അന്നേരം നമുക്കിപ്പോൾ റോട്ടിൽ സ്പെയർ മാറണമെങ്കിൽ നമുക്ക് റോട്ടിലുള്ള ചെളിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചാക്ക് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടു കിടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെളി ആവാതിരിക്കാൻ നമുക്ക് ഇതേപോലെ ഒരു ചാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഞാനെടുത്ത് മാറ്റുകയാണ്. നമുക്ക് പൂട്ട് ഓപ്പൺ ചെയ്യാം. ഇതേപോലെയാണ് നെക്സോണിൽ കാണുന്നത്. ടൂൾ കിറ്റ് കാണാം, ഒരു സ്പെയർ വീല് കാണാം. അപ്പോൾ നമ്മുടെ സ്പെയേഴ്സ് പുറത്തേക്ക് എടുക്കാം. ഇത് വീൽ നട്ട് റിഞ്ച് എന്ന് പറയും. പിന്നെ ഇത് ജാക്ക് ഹാൻഡില്, ഇത് സിസർ ജാക്ക്, ഇതിന് പറയുന്നതാണ് ടൗ ഹാൻഡില്. അതായത് നമ്മുടെ വണ്ടിയൊക്കെ കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്നതാണിത്. ഒരു സ്പാനറും ഉണ്ടാവും. ഇത് പല വണ്ടികളിലും പല രീതിയിലായിരിക്കും. പക്ഷെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്, പിന്നെ ഇത് മൂന്നും കോമൺ ആയിരിക്കും, എല്ലാ വണ്ടികളിലും ഉണ്ടാവും. ഇതിൻ്റെ എങ്ങനെയാണ് ഓപ്പറേഷൻ എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി വീല് കൂടി എടുക്കാം. ആദ്യം വീലെടുക്കാം. അപ്പോൾ ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ലൂസാക്കി കൊടുക്കുക. ഇതേപോലെ അഴിഞ്ഞു വരും. നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു നടുക്കായിട്ടൊരു ഹോള്, അവിടെയാണ് ഇത് ടൈറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ടയർ എടുക്കാം. ഇതാണ് നമ്മുടെ സ്പെയർ വീല്. ഇനി ഒരു കാര്യം കൂടെ വണ്ടിയിലുണ്ടാവും, ഈ ഒരു വാണിംഗ് ട്രയാങ്കിള്. ഇത് കണ്ടിട്ടുണ്ടാവും പലപ്പോഴും റോഡുകളിൽ വലിയ വലിയ വണ്ടികളൊക്കെ ഇതേപോലെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മൾ വെച്ച് കണ്ടിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഇതേപോലെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ഹാൻഡിൽ ഇതേപോലെ തിരിച്ചു വയ്ക്കുക. റോട്ടിൽ കറക്റ്റായിട്ട് നിൽക്കാവുന്ന രീതിയിൽ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളുടെ വണ്ടി ഈ ഒരു, അതായത് നമ്മൾ പോണ ദിശ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഇത് വെക്കാനായിട്ട്. ഏകദേശം ഒരു 50 തൊട്ട് ഒരു 100 മീറ്റർ അകലത്തിൽ വെക്കണം. എന്നാലാണ് മറ്റു വാഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ വണ്ടീനെ ശ്രദ്ധിക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ ഹസാർഡ് ലൈറ്റും ഓണാക്കി ഇടണം. എന്നാലാണ് മറ്റു വണ്ടികൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ബ്രേക്ക് ഡൗൺ ആണെന്ന്. സാറ്റലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇടത് സൈഡിലെ ബാക്ക് ടയറാണ് മാറ്റാൻ പോകുന്നത്. ആ ഒരു ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്ന ഹസാർഡ് നോക്കിപ്പോവുക. നമ്മൾ ഈ ഒരു സൈഡിൽ ഇവിടെ വരാവുന്ന രീതിയിൽ, അപ്പോഴാണ് ഈ ഒരു സൈഡിൽ കൂടെ, നമ്മുടെ ഇടത് സൈഡിൽ കൂടെയാണ് വണ്ടികൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇടത് സൈഡിലാണ് ഇത് വെക്കേണ്ടത്. വലത് സൈഡിലാണെങ്കിൽ വലത് സൈഡിൽ വെക്കണം. നമുക്ക് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചാക്കും പേപ്പറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ നിൽക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ചാക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യം, ഇതിപ്പോൾ വീൽ കപ്പ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ പല വണ്ടികളിലും അലോയ് വീലാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റമുണ്ട്.
വീൽ കപ്പ് ഉള്ള വണ്ടികൾക്ക് നമുക്ക് വീൽ കപ്പ് ആദ്യം ഊരി മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് ഈ ഒരു ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ഇത് വെച്ചിട്ട് വീൽ കപ്പ് പൊട്ടാത്ത രീതിയിൽ ഇതിൻ്റെ അടിയിൽ കൊളുത്തുക. അതിന് ശേഷം ഈ ഒരു ടയറിൻ്റെ ഈ ഒരു പോർഷനിൽ അത് കൊള്ളാവുന്ന രീതിയിൽ കൊള്ളിച്ച് പതുക്കെ ഇതേപോലെ തള്ളുക. അപ്പം ഈ ഒരു സൈഡ് വിട്ടു പോരുന്നത് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് തള്ളി കൊടുക്കേണ്ടത്. ഇതേപോലെ ഉണ്ടോ, ഇപ്പം തള്ളി പോരും. എപ്പോഴും ശ്രദ്ധിക്കണം, വീൽ കപ്പ് പൊട്ടാതെ നോക്കണം, ഒത്തിരി അമർത്തരുത്. ഇപ്പം നമ്മുടെ വീൽ കപ്പ് വിട്ടു പോകുന്നുണ്ട്, ഇത് കണ്ടോ, ഇതേപോലെ അത് വിട്ടു പോരും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടയർ മാറ്റുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇടണം. അതേപോലെ മാക്സിമം റിവേഴ്സ് ഗിയറിൽ ഇടാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജാക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു നെട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പം ഈ ഒരു സൈഡിലെ നെറ്റ് ആദ്യം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡിലായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇത് ലൂസ് ചെയ്യേണ്ടത്. ഇതേപോലെ ലൂസ് ചെയ്യുക, ഈ ഒരു സൈഡ്, പിന്നെ ഈ ഒരു സൈഡ്, ഈ സൈഡ്. അത് അത്യാവശ്യം ലൂസ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മുടെ ജാക്ക് വെക്കുക. എങ്ങനെയാണ് ജാക്ക് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ജാക്ക് ഇപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഈ പോർഷനാണ് നമ്മുടെ വണ്ടിയുടെ അവിടെ വരേണ്ടത്. ഇത് താഴെ വൻ്റെ പ്രതലമാണ്. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളൊരു നല്ലൊരു പരന്ന പ്രതലത്തിൽ ആയിരിക്കണം. ഇപ്പോഴും ചെരുവിലൊന്നും വെക്കരുത് ഇതേപോലെ. അതിനുശേഷം ഇത് അത്യാവശ്യം വണ്ടിയുടെ ഹൈറ്റിനനുസരിച്ച് ഇത് പൊക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വണ്ടിയുടെ അടിയിലേക്ക് ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ബാക്ക് വീലിലാണ് വെക്കുന്നത്. അപ്പോൾ ബാക്ക് വീലിന് അവിടെ നിന്ന് ഒരു ഇച്ചിരി നീങ്ങിയിട്ട് ഇതേപോലെ ഒരു പോർഷൻ കാണാം. അവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് വെക്കേണ്ടത്. അവിടെ ചിലപ്പോൾ ഇതേപോലെ ഒരു 2 പാടുകൾ കാണിച്ചേക്കണ കാണാം. അവിടെയാണ് വെക്കാമുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ പാട്ട ചിളങ്ങിപ്പോവും, അല്ലെങ്കിൽ കറക്റ്റ് വണ്ടി വീല് പൊങ്ങാതെ വരും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇതിപ്പോൾ ബാക്ക് വീലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ അടുത്തുള്ള പോർഷനാണ് ഈ കാണുന്നത്. ഇതേപോലെ ഒരു മാർക്കിങ് കാണാം. ചില വണ്ടികളിൽ ഇതേപോലെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില വണ്ടികളിൽ ഇത് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നെക്സോണിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പം കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും, ഇത് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് താഴ്ന്നു വരും. അങ്ങനെയാണ്. ഇപ്പം ഏകദേശം ഈ പോർഷനിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത്. ഇതിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലിവറിൽ ഈ ഒരു ഹോള്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോളിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ലിവറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വലത്തോട്ട് ഇതേപോലെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്കത് തിരിച്ചെടുക്കാം. നമുക്കാണ് ആ ഒരു ടയർ പതുക്കെ ഒരു സൗണ്ട് കേൾക്കും. ആ ടയർ പതുക്കെ പൊങ്ങി വരുന്നതിൻ്റെ. ഈ ഒരു സമയത്ത് ടയർ റോഡ് ലെവലിൽ നിന്ന് പൊങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നെട്ടെല്ലാം ഇതേപോലെ അഴിച്ച് നമുക്ക് ടയർ മാറ്റാം. നമ്മൾ ജാക്ക് വെച്ച് പൊക്കിയതിന് ശേഷം നമ്മുടെ പഞ്ചറായ ടയർ ഊരിയെടുക്കുക. അതിന് ശേഷം ഇതിപ്പോൾ പഞ്ചറായ ടയറാന്ന് വെക്കുക. ആ ഒരു ടയർ എപ്പോഴും ഇതേപോലെ വണ്ടിയുടെ അടിയിലൊന്ന് ഇട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജാക്ക് എങ്ങാനും തെന്നി പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഈ ഒരു ടയറിൽ വന്നിരുന്നോളും. അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ടയർ മാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ടയർ ഇതേപോലെ ബാക്കിലേക്ക് എടുത്തിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പുതിയ വീലിട്ടതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ആദ്യം ഈ ഒരു നെറ്റാണ് ടൈറ്റ് ചെയ്യണമെങ്കിൽ അടുത്തത് ഇത്. എപ്പോഴും ഓപ്പോസിറ്റ് സൈഡാണ് ടൈറ്റ് ചെയ്യാമുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അത്യാവശ്യം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ജാക്ക് താഴ്ത്തിയതിന് ശേഷം ഫൈനൽ ടൈറ്റ് ചെയ്യുന്ന അന്നേരമാണ്. അപ്പോൾ നമ്മളിവിടെ ടയർ മാറി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജാക്കൊന്ന് ഊരിയെടുക്കാം. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക.
അപ്പോൾ അത് ലൂസായിട്ട് വരും. കണ്ടോ, ലൂസായി വരുന്നുണ്ട്. നമുക്ക് ജാക്ക് ഊരിയെടുക്കാം. ജാക്ക് ഊരിയെടുത്തിട്ടുണ്ട്. ഞാൻ ഫൈനലായിട്ട് ഒന്നോടെ മുറുക്കണ കാണിച്ചു തരികയാണ്. വേണ്ട, ഇതേപോലെ ടൈറ്റ് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ടൈറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു സൈഡ് ഇങ്ങനെ ആയിരിക്കണം മുറുക്കണ. ഒരു കാര്യം കൂടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പുറത്തു പോയിട്ട് ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പിനി വീലുങ്ങളുടെ പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ എപ്പോഴും അതിൻ്റെ എയറും ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ടയർ മാറ്റാനായിട്ട്. എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമുക്ക് എപ്പോഴും സഹായം കിട്ടണമെന്ന് ഇല്ല. ഇപ്പോൾ ടയർ മാറേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അറിഞ്ഞിരിക്കണം ഇതേപോലെയുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എവിടെയൊക്കെയാണ് ആ ഒരു ടൂൾ കിറ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്പെയർ വീൽ ഇരിക്കുന്നത്, അതൊന്ന് നോക്കി വയ്ക്കുക. കൂടാതെ ചിലപ്പോൾ വന്നൊരു പ്രോബ്ലമാണ്, നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി അലോയ് വീല് ചെയ്യുന്ന സമയത്ത് അലോയ് വീല് നമുക്ക് ഈ ഒരു ടൂൾ കിറ്റ് കൊണ്ട് ചിലപ്പോൾ അത് സൂട്ട് ആവണമെന്നില്ല നമ്മുടെ ടയർ അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ചിലപ്പോൾ വേറെ പുറത്തുനിന്ന് ഏതെങ്കിലും ഇതേപോലെ ഒരു കിറ്റ് മേടിച്ചാലാണ് അത് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ വണ്ടിയിൽ കരുതും. ആർക്കും ഇതേപോലെയുള്ള അവസരങ്ങൾ വരാതിരിക്കട്ടെ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം.